പക്ഷിപ്പനി സ്ഥിരീകരിച്ച പത്തനംതിട്ട ജില്ലയിലെ നിരണത്ത് രോഗപ്രതിരോധ നടപടികൾ ആരംഭിച്ചു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി രോഗം സ്ഥിരീകരിച്ച നിരണം ഡക്ക് ഫാമിലെ എല്ലാ താറാവുകളെയും കൊന്നൊടുക്കും. പക്ഷി വളർത്തൽ കേന്ദ്രത്തിൽ കള്ളിങ്ങിനായി ദ്രുത കർമ്മസേന അംഗങ്ങൾ എത്തിയിട്ടുണ്ട്. സുജു ടി ബാബു വിവരങ്ങൾ നൽകും. സുജു, ഇന്ന് തന്നെ ഈയൊരു ഡക്ക് ഫാമിലെ എല്ലാ താറാവുകളെയും കൊന്നൊടുക്കാനുള്ള തീരുമാനമാണോ? കൂടുതൽ ഇടങ്ങളിലേക്ക് ഇപ്പോൾ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഈയൊരു പ്രക്രിയ വ്യാപിപ്പിക്കുന്നുണ്ടോ? കാവ്യ, ഇന്ന് തന്നെ നിർണത്തെ സർക്കാർ ഡക്ക് ഫാമിലെ എല്ലാ താറാവുകളെയും കൊന്നൊടുക്കും. ഏതാണ്ട് 4000-ഓളം താറാവുകളാണ് ഈ നിർണത്തെ ഡക്ക് ഫാമിലുള്ളത്. 2500 താറാവുകളും 1500 താറാവ് കുഞ്ഞുങ്ങളുമാണ് നിർണത്തെ ഡക്ക് ഫാമിലുള്ളത്. ഇതിനെ മുഴുവനും ഇന്ന് തന്നെ കൊന്നൊടുക്കാൻ വേണ്ടിയാണ് സർക്കാരിന്റെ തീരുമാനം. മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായാണ് ഈ രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ നിർണ ഡക്ക് ഫാമിന്റെ 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശത്തെ ഏരിയ ആയിട്ടാണ് സർക്കാർ കണക്കാക്കുന്ന. ആ പ്രദേശം 1 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശത്തെ മുഴുവൻ പക്ഷികളെയും കൊന്നൊടുക്കാൻ തന്നെയാണ് തീരുമാനം. അത് ഈ നാളെയായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. ആദ്യഘട്ടമാണ് ഈ ഡക്ക് ഫാമിന് ഉള്ളിലെ താറാവുകളെ കൊന്നൊടുക്കുക. ഡക്ക് ഫാമിനുള്ളിലാണ് ഈ രോഗം ആദ്യം സ്ഥിരീകരിക്കുന്നത്. അതിനെ തുടർന്ന് ഈ ഡക്ക് ഫാമിലെ ഉള്ളിലെ താറാവുകളെ ആദ്യം കൊന്നൊടുക്കുക. ഇപ്പോൾ അതിനായി തന്നെ PPE കിറ്റ് ധരിച്ചു തന്നെ ഇതിന്റെ രോഗപ്രതിരോധ നടപടിയുടെ ഭാഗമായി ഡോക്ടർ ഉൾപ്പെടെയുള്ള സംഘം ഡക്ക് ഫാമിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറും അല്പസമയത്തിനുള്ളിൽ ഡക്ക് ഫാം സന്ദർശിക്കുന്നതാണ്. എന്തായാലും ആശങ്കയ്ക്ക് ഇടയില്ല, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല. പകരം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം സർക്കാർ നൽകിയിട്ടുണ്ട്. അത് പൊതുജനങ്ങളാകെ പാലിക്കണമെന്നുള്ള നിലവിൽ ഉത്തരവാണ്. ഇന്നലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗവും കൂടിയിരുന്നു. അതിലേക്ക് അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ നടപടികൾ അതിവേഗം പുരോഗമിക്കുന്നത്. കാവ്യ, സുജു, ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു സാഹചര്യമുണ്ട് പത്തനംതിട്ടയിലെ നിരണത്ത്. എങ്ങനെയാണ് പൊതുവിൽ ഇപ്പോൾ ഈ പനിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ളത്? കൂടുതൽ ആശങ്കപ്പെടേണ്ട, ജാഗ്രത പുലർത്തേണ്ട ഘട്ടമാണോ ഇപ്പോഴുള്ളത്? കാവ്യ, നിലവിൽ ഒരു ആശങ്കയുടെ അടിസ്ഥാനമില്ല. പകരം ജാഗ്രത കൃത്യമായി പാലിക്കേണ്ടതാണ്. ഈ പക്ഷിപ്പനി അപൂർവമായിട്ടാണ് മനുഷ്യരിലേക്ക് പകരുന്നത്. എന്നിരുന്നാൽ പോലും ഈ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ പൊതുവെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഈ പ്രദേശത്ത് ഈ പക്ഷികളുടെ മാംസം വിൽപ്പനയും അതുപോലെ മുട്ട വിൽപ്പനയും എല്ലാം നിരോധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ഈ പത്തനംതിട്ട ജില്ലയിൽ തന്നെ അല്ലെങ്കിൽ ഈ സമീപ പ്രദേശങ്ങളിൽ മാംസം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നന്നായി വേവിച്ച ശേഷം മാത്രമേ ഉപയോഗിക്കാവുന്നുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ പത്തനംതിട്ട നിർണത്തിൽ സർക്കാർ ഡക്ക് ഫാമിൽ മാത്രമാണ് ഇപ്പോൾ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടുള്ളത്. മറ്റ് ഇടങ്ങളിലൊന്നും തന്നെ നടത്തില്ല. അപ്പർ കുട്ടനാട് മേഖലയാണ് നിർണം. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അമ്പലപ്പുഴ, അതായത് ആലപ്പുഴ ജില്ലയിലെയും അപ്പർ കുട്ടനാടൻ മേഖലകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. കഴിഞ്ഞ വർഷവും ജനുവരി മാസം പത്തനംതിട്ട ഈ അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഇന്നിപ്പം ഇത് നിർണം പഞ്ചായത്തിന്റെ 6ാം വാർഡിലാണ് ഈ പക്ഷിപ്പനി കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നെടുമ്പുറം പഞ്ചായത്തിലായിരുന്നു പക്ഷിപ്പനി കണ്ടെത്തിയിരുന്നത്. ഈ തവണയും 1 വർഷത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. എന്തായാലും ആശങ്കയുടെ അടിസ്ഥാനമില്ല. കൃത്യമായി മുന്നൊരുക്കങ്ങളും ജാഗ്രതയും പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ശരി, സുജു ടി ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. പക്ഷിപ്പനി സ്ഥിരീകരിച്ച നിരണത്ത് രോഗപ്രതിരോധ നടപടികൾ പുരോഗമിക്കുകയാണ്.